നമസ്തേ. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള സ്ലീപ്പർ സെല്ലുകളുമായി കൈകോർത്ത് പ്രവർത്തിച്ച യുവതിയെ രാജസ്ഥാൻ ഭീകരവിരുദ്ധ സേന ജയ്പൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജസ്ഥാൻ ATS നടത്തിയ മിന്നൽ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. 37-കാരിയായ ബബിത ധാക്കറാണ് അറസ്റ്റിലായത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കാവുന്ന ഗൂഢാലോചനയിൽ യുവതിക്ക് പങ്കുണ്ടോയെന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ്. ഗംഗാപൂർ സ്വദേശിനിയായ ഇവർ ജയ്പൂരിൽ വീട്ടമ്മയായി താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവരെ ATS കസ്റ്റഡിയിലെടുത്തത്. പാകിസ്ഥാനിലെ ഒരു ഇസ്ലാം മത പുരോഹിതന്റെ സഹായത്തോടെ ബബിത മതം മാറുകയും ഖദീജ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പാക് സ്വദേശിയായ അബു ഉബൈദ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബബിതയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച അന്വേഷണ സംഘത്തിന് ഭീകര സംഘടനകളുമായുള്ള ഇവരുടെ ബന്ധത്തിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഫോണിലുണ്ടായിരുന്ന 2 സിം കാർഡുകളും ഫേസ്ബുക്ക് അക്കൗണ്ടും പരിശോധിച്ചപ്പോൾ വിദേശ പ്രൊഫൈലുകളുമായുള്ള ലിങ്കുകളും ആക്ഷേപകരമായ പോസ്റ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും മറ്റു നിരോധിത സംഘടനകളുടെയും പതാകകളും ആയുധധാരികളായ വ്യക്തികളുടെ ചിത്രങ്ങളും ഉള്ള നിരവധി അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ വാട്സ്ആപ്പ് അക്കൗണ്ടിൽ നിരവധി പാകിസ്ഥാൻ നമ്പറുകളുമായും മറ്റു വിദേശ കോൺടാക്റ്റുകളുമായും നിരന്തരമായി നടത്തിയ ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിന് തൊട്ടുമുമ്പ് മൊബൈൽ ഫോണിലെ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളിലെയും വിവരങ്ങൾ ഈ യുവതി മായ്ച്ചു കളയാൻ ശ്രമിച്ചിരുന്നു. ഡിലീറ്റ് ചെയ്ത ഡാറ്റ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ATS. യുവതിയുടെ മൊബൈൽ ഫോണിലെ സന്ദേശങ്ങൾ അന്വേഷണത്തിൽ നിർണായകമാകും. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം മത പുരോഹിതനാണ് ഫോണിലൂടെ ഇവരെ കടുത്ത തീവ്രവാദവൽക്കരണത്തിന് ഇരയാക്കിയതെന്ന് ഭീകരവിരുദ്ധ സേനയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അബു ഉബൈദ എന്ന വ്യക്തിക്ക് ഇവരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ധരിപ്പിച്ച മൗലവി ഇതിന്റെ ഭാഗമായി ഖുർആൻ പാരായണം ചെയ്യാനും ഇസ്ലാമിക ആചാരങ്ങൾ പാലിക്കാനും ഇവരോട് നിർദ്ദേശിക്കുകയായിരുന്നു. യുവതിയെ നേപ്പാൾ, സൗദി അറേബ്യ അല്ലെങ്കിൽ UAE വഴി പാകിസ്ഥാനിലേക്ക് കടത്താൻ ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്തിരുന്നതായും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ബബിത ധാക്കറിന്റെ അറസ്റ്റോടെ മുൻകാലങ്ങളിലെ പ്രമുഖ ഭീകരാക്രമണ കേസുകളിലേക്കാണ് അന്വേഷണം നീളുന്നത്. ജെയ്ഷെ തലവൻ മസൂദ് അസഹറിന്റെ അടുത്ത അനുയായികളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന. 1999-ലെ 814 കാണ്ഡഹാർ വിമാന ഹൈജാക്കിംഗ് കേസിലെ പ്രതികളുമായും ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ 2016 നവംബർ 29-ന് ജമ്മുവിലെ ഭാലിനി ബീച്ചിലുള്ള ഇന്ത്യൻ ആർമി ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണ കേസിലും ഇവർ പ്രതിപട്ടികയിലുണ്ട്. ജെയ്ഷെ കമാൻഡർ കാരി സരാർ ആസൂത്രണം ചെയ്ത ആ ആക്രമണത്തിൽ 6 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനകൾ നടന്നുവരികയാണെന്നും ATS സൂപ്രണ്ട് മനീഷ് ത്രിപാഠി അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി യുവതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് വലിയ തോതിൽ യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിച്ച് 2047ഓടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് ഭീകരവിരുദ്ധ സേന 4ാമത്തെ പ്രതിയെയും അറസ്റ്റ് ചെയ്തു. ഭോപ്പാൽ സ്വദേശിയായ മുഹമ്മദ് ഫറാസ് എന്നറിയപ്പെടുന്ന ഖാലിദ് സൈഫുള്ളയാണ് അറസ്റ്റിലായത്. അതിർത്തിക്കപ്പുറമുള്ള ഹാൻഡലർമാരുമായും നിരന്തരം ബന്ധം പുലർത്തിയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതുമാണ് ഇയാൾക്കെതിരായിട്ടുള്ള പ്രധാന ആരോപണങ്ങൾ. ഇതിനു മുമ്പ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നായി 3 പേരെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ 4 പ്രതികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിൽ പുറത്തുവന്ന ഏറ്റവും ഗൗരവമേറിയ ആരോപണം ഒരു പാക്ക് ഹാൻഡലറുടെ നിർദ്ദേശപ്രകാരം 4 സംസ്ഥാനങ്ങളിലായി ഈ ശൃംഖല പ്രവർത്തിച്ചുവെന്നാണ്. വാട്സാപ്പും ടെലഗ്രാമും ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് യുവാക്കളെ സ്വാധീനിക്കാനും മതപരമായ പ്രകോപനങ്ങളിലൂടെ തീവ്രവാദ ആശയങ്ങളിലേക്ക് നയിക്കാനുമാണ് ശ്രമിച്ചതെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അവരുടെ അന്തിമ ലക്ഷ്യം രാജ്യത്ത് ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് ഫറാസ് ചില നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകരുമായും PFIയുമായും ബന്ധമുള്ള ചില വ്യക്തികളുമായും തനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബന്ധങ്ങളിലൂടെയാണ് ഇയാൾ പിന്നീട് പാക് ഭീകര ശൃംഖലയിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. പിടിക്കപ്പെടാതിരിക്കാൻ പ്രതികൾ വലിയ ജാഗ്രത പുലർത്തിയിരുന്നുവെന്നാണ് വിവരം. ചാറ്റുകൾ, കോൾ റെക്കോർഡുകൾ, വീഡിയോ കോളുകളുടെ വിവരങ്ങൾ എല്ലാം
ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ ഇപ്പോൾ സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ ഈ ഡാറ്റയെല്ലാം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ ലഭിച്ചാൽ കൂടുതൽ ആളുകളുടെ പങ്ക് പുറത്തുവരാനും കൂടുതൽ അറസ്റ്റുകൾ നടക്കാനുമുള്ള സാധ്യത അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളും എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നതിന്റെ മുന്നറിയിപ്പായാണ് ഈ കേസ് വിലയിരുത്തപ്പെടുന്നത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തുവന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസികളുടെ ആരോപണങ്ങളുടെയും പ്രാഥമിക കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലുള്ളവയാണ്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളും വിവരങ്ങളും പുറത്തുവരുമ്പോൾ ഈ കേസിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാകും. അതേസമയം കൊല്ലം സിറ്റി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ബംഗ്ലാദേശി സ്വദേശിയായ അർമാൻ ഖാൻ എന്ന മുഷീർ ഖാൻ എന്ന ആളെ ഭീകരവിരുദ്ധ സേന ATM തിരുവനന്തപുരം റേഞ്ച് കണ്ടെത്തി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കേസെടുത്തു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുത്തൻതെരുവ് എന്ന പ്രദേശത്തുള്ള പുത്തൻതെരുവ് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശരിയത്തുൽ ഇസ്ലാം മദ്രസയിൽ ഹിഫ്സ് പഠനം നടത്തിവന്ന 19 വയസ്സുകാരനായ മുഷീർ ഖാൻ എന്ന വിദ്യാർത്ഥിയാണ് ATS കണ്ടെത്തിയത്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പിടികൂടിയ മുംതാസ് ബീഗം എന്ന ബംഗ്ലാദേശി യുവതിയുടെ മകനാണ് ഈ പിടിയിലായ അർമാൻ ഖാൻ എന്ന മുഷീർ ഖാൻ. ഇയാളുടെ ഫോണിൽ നിന്നും ബംഗ്ലാദേശി ഗവൺമെന്റിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പകർപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേര് മുംതാസ് ബീഗം എന്നും അച്ഛന്റെ പേര് മിജൻ ഖാൻ എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുംതാസിനെ പിടികൂടിയപ്പോൾ മുംതാസിൽ നിന്നും അനധികൃതമായി സമ്പാദിച്ച ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡ്, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിടിയിലായ മുഷീർ ഖാന്റെ പക്കൽ നിന്നും അർമാൻ ഖാൻ എന്ന പേരുള്ള ആധാർ കാർഡ് ലഭ്യമായിട്ടുണ്ടായിരുന്നു എന്നതിന് പുറമെ ആധാർ കാർഡ് പരിശോധിച്ചതിൽ മുംതാസ് ബീഗം വ്യാജമായി നൽകിയ അഡ്രസ് തന്നെയായിരുന്നു ഇതിലും ഉണ്ടായിരുന്നത്. മുഷീർ ഖാൻ അർമാൻ ഖാൻ എന്ന പേരിലായിരുന്നു ഈ പ്രദേശത്തും മദ്രസയിലും അറിയപ്പെട്ടിരുന്നത്. ഇയാളോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചതിൽ വളരെ ചെറുപ്പത്തിൽ ഏകദേശം 7 വയസ്സുള്ളപ്പോൾ തന്നെ മാതാപിതാക്കളായ മുംതാസ് ബീഗം, മിജൻ ഖാൻ എന്നിവരോടൊപ്പം കേരളത്തിൽ എത്തിച്ചേർന്നുവെന്നും തൃശൂർ ജില്ലയിലെ ചാലക്കുടി, കൊല്ലം ജില്ലയിലെ ഓച്ചിറ, കരുനാഗപ്പള്ളി, നീണ്ടകര, കൊട്ടാരക്കര എന്നീ സ്ഥലങ്ങളിൽ താമസിച്ചു വന്നിരുന്നു എന്നും പറഞ്ഞിട്ടുള്ളതാണ്. കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്ന സമയത്താണ് ഇയാൾ മതവിദ്യാഭ്യാസം തേടുന്നതിനായി ചില പ്രാദേശിക വ്യക്തികളുടെ പിന്തുണയോടുകൂടി പുത്തൻ തെരുവിലുള്ള മദ്രസയിൽ പ്രവേശനം നേടുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇയാൾ മദ്രസയിൽ താമസിച്ച് ഖുർആൻ പഠനം നടത്തി വരികയായിരുന്നു. ഇയാൾ ബംഗ്ലാദേശിൽ പോകാറില്ല എന്നും അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറിഞ്ഞിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്ത മുംതാസ് ബീഗത്തിന്റെ കയ്യിൽ നിന്നും കരുനാഗപ്പള്ളി ആദിനാട് പ്രദേശത്തെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇലക്ഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ കണ്ടെത്തിയിരുന്നു. മുംതാസിനെ ചോദ്യം ചെയ്തതിൽ ഇയാൾക്ക് ഭർത്താവും 2 കുട്ടികളും മാത്രമാണ് ഉള്ളതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ കുട്ടികൾക്ക് പുറമെ മൂത്ത ഒരു മകൻ ഉണ്ടെന്നും ഇയാൾ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുത്തൻ തെരുവിലുണ്ട് എന്നും രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിരീക്ഷണം നടത്തിവരികയാണ്. അതേസമയം കൊല്ലം കാട്ടിൽക്കടവിൽ നിന്നും വ്യാജരേഖകളുമായി ബംഗ്ലാദേശി ദമ്പതികളെ അടുത്തിടെ പിടികൂടിയിരുന്നു. ആ വാർത്ത ബ്രേക്ക് ചെയ്തത് നമ്മുടെ ചാനൽ ചീഫ് എഡിറ്റർ RP ആണ്. സംസ്ഥാനത്ത് വ്യാജ ആധാർ, പാൻ കാർഡുകളുമായി പിടിയിലാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇത് സംബന്ധിച്ച് തത്തുമൈ ന്യൂസ് നേരത്തെ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ഈ വാർത്തകളുടെ ലിങ്ക് എല്ലാം കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. വ്യാജരേഖകൾ നിർമ്മിക്കുന്ന ഒരു റാക്കറ്റ് സജീവമാണെന്ന് തത്തുമൈ ന്യൂസ് അന്നും ഇന്നും പറയുന്നു. പക്ഷേ ഇതിലൊരു കാര്യമായ അന്വേഷണമോ നടപടികളോ ഉണ്ടായിട്ടില്ല. ഇവർ കേരളത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നും കേന്ദ്ര ഏജൻസികൾ രഹസ്യമായി അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15 ബംഗ്ലാദേശികളാണ് പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും പിടിയിലായത്. ശക്തമായ ഒരു നുഴഞ്ഞുകയറ്റ ശൃംഖല ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചനയിലേക്കാണ് ഈ അറസ്റ്റുകൾ വിരൽ ചൂണ്ടുന്നത്. മിലിറ്ററി ഇന്റലിജൻസും ആന്റി ടെററിസം സ്ക്വാഡും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചവറ, കൊട്ടാരക്കര ഭാഗങ്ങളിലായിരുന്നു പ്രധാന പരിശോധനകൾ. ചവറ പോലീസിന്റെ നേതൃത്വത്തിൽ നീണ്ടകരയിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകളുമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ ആദ്യം പിടികൂടി. ആക്രി കച്ചവടക്കാരെന്ന വ്യാജേന കഴിഞ്ഞ 10 വർഷമായി ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊട്ടാരക്കരയിലെ സംഘത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. തുടർന്ന് ലോവർ കരിക്കത്തെ ഒരു ലേബർ ക്യാമ്പ് പരിസരത്ത് നിന്ന് 3 കുട്ടികൾ ഉൾപ്പെടെ 10 ബംഗ്ലാദേശ് പൗരന്മാരെ കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. മാസങ്ങളായി കൊല്ലത്ത് താമസിച്ചു വരികയായിരുന്ന ബംഗ്ലാദേശ് ഭേലക്പൂർ സ്വദേശി മുഹമ്മദ് നട്ടു ഹസൻ എന്നയാളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് ബംഗ്ലാദേശ് നാഷണൽ കാർഡും സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഫോറിനേഴ്സ് ആക്ട് പ്രകാരവും വ്യാജരേഖകൾ ചമച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. തൊഴിൽ ക്യാമ്പുകൾക്ക് പുറമെ വ്യാജരേഖ ചമച്ച് ഇവർ ബിസിനസ് രംഗത്തേക്കും കടന്നതായിട്ട് ഏറ്റവും പുതിയ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സ്വദേശികളാണെന്ന് വിശ്വസിപ്പിച്ച് കൊല്ലത്ത് ഇവർ ഹോട്ടൽ നടത്തി വരികയായിരുന്നു. റേഷൻ കാർഡ്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ് തുടങ്ങിയ സുപ്രധാന രേഖകൾ പോലും വ്യാജമായിട്ട് നിർമ്മിച്ചെടുത്താണ് ഇവർ ഈ ബിസിനസ്
സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ മേൽവിലാസത്തിൽ ഏജന്റുമാർ വഴി നിർമ്മിക്കുന്ന വ്യാജ ആധാർ, വോട്ടർ ID കാർഡുകളാണ് അതിർത്തി കടക്കാനും കേരളത്തിൽ തങ്ങാനും ഇവർ കൃത്യമായി ഉപയോഗിക്കുന്നത്. കെട്ടിട ഉടമകൾ കൃത്യമായ പോലീസ് വെരിഫിക്കേഷൻ നടത്താത്തത് ഇവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഇവർക്ക് പിന്നിൽ മറ്റ് രാജ്യവിരുദ്ധ താൽപര്യങ്ങളുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ലേബർ ക്യാമ്പുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും അടിയന്തരമായി കർശനമായ ബയോമെട്രിക് പരിശോധനകൾ വേണമെന്നാണ് ഈ തുടർച്ചയായ അറസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ മറച്ചുവെച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് ചിലർ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നതായി സംശയമുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത് നിയമസുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അരാജകത്വവും സുരക്ഷാ ഭീഷണിയും സൃഷ്ടിക്കാൻ ഇത്തരം ആളുകൾ ഇടയാക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ടെന്നും പരാതിയിൽ പറയുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി സമഗ്ര പരിശോധന നടത്തണമെന്നാണ് ആവശ്യം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ K പ്രഭാകരൻ, സന്ദീപ് തമ്പാനൂർ എന്നിവരാണ് പരാതി നൽകിയത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.